ഡ്യൂക്ക് ലൂസിയനെ തുറിച്ചുനോക്കി. ലൂസിയൻ ഇപ്പോഴും എങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മൂർച്ചയുള്ള ശബ്ദം. മുറി തൽക്ഷണം നിശബ്ദമായി. ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമായിരുന്ന ലൂസിയൻ ശ്രദ്ധാപൂർവ്വം മറുപടി നൽകി. ഡ്യൂക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഡ്യൂക്കിന്റെ കോപം കൂടുതൽ ആഴത്തിലായി. താൻ പല കാര്യങ്ങളും അവഗണിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ലൂസിയൻ തന്റെ അമ്മയുടെ മരണത്തെ തന്റെ കടമകൾ ഉപേക്ഷിച്ച് ഒരു കുട്ടിയെപ്പോലെ പെരുമാറാൻ ഒരു ഒഴികഴിവായി ഉപയോഗിച്ചു. ഒരു വർഷം മുഴുവൻ സ്വയം അടച്ചിട്ടത് പോരാ. ലൂസിയൻ സ്വന്തം ജീവിതത്തെപ്പോലും നിസ്സാരമായി എടുക്കാൻ പോലും പോയി. ഡ്യൂക്കിന്റെ കോപം മുറിയിൽ നിറഞ്ഞു. ലൂസിയനെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ മിന്നിമറഞ്ഞു. ഇതെങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അയാൾ ചിന്തിച്ചു. പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിച്ചു. മുമ്പുണ്ടായിരുന്ന ആ നിലവിളികളും എന്തായിരുന്നു? ഒരു തെറ്റിദ്ധാരണ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശാന്തമായി വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡ്യൂക്ക് അവനെ വെട്ടിക്കളഞ്ഞു. അവൻ ഒളിപ്പിച്ചുവച്ചിരുന്ന എല്ലാ ദയനീയ ചിന്തകളും തുപ്പിക്കളയണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം തുടക്കം മുതലുള്ള അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ലേ? കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ സ്വന്തം വായിലേക്ക് ഉറക്കഗുളികകൾ തിരുകിക്കയറ്റാൻ ശ്രമിച്ചത് അയാളല്ലേ? ലൂസിയൻ മറ്റൊരു ഓർമ്മ ഉയർന്നുവന്നപ്പോൾ മരവിച്ചു. എന്തുകൊണ്ട്? ലൂസിയൻ വെൽഡിക്കിനെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? അവൻ പല്ലുകടിച്ചു. ഇപ്പോൾ അയാൾക്ക് മനസ്സിലായി. ഗ്രാൻഡ് ഡ്യൂക്കിന്റെ മൂന്നാമത്തെ മകൻ ലൂസിയൻ വെൽഡിക്ക് 15 വർഷം മുമ്പ് മരിച്ചു. അന്ന് ലൂസിയൻ ഇവിടെ ഒരു വേലക്കാരനായി ജോലി ചെയ്തിരുന്നു. ലൂസിയനും അമ്മയും ഒഴികെ എല്ലാ യുവ യജമാനന്മാരെയും അവരുടെ അമ്മമാരെയും അദ്ദേഹം പലതവണ കണ്ടിരുന്നു. അവരിൽ ആരെയും കണ്ടതായി അദ്ദേഹത്തിന് ഓർമ്മയില്ല. അവൾ അസുഖം മൂലം നേരത്തെ മരിച്ചു. അധികം താമസിയാതെ അജ്ഞാതമായ കാരണങ്ങളാൽ ലൂസിയനും മരിച്ചു. അവർ ദുർബലരാണെന്ന് കരുതി ലൂസിയൻ അത് അവഗണിച്ചു. എന്നാൽ സത്യം വളരെ ഇരുണ്ടതായിരുന്നു. അവന്റെ അമ്മ മരിച്ചതിനുശേഷം കുടുംബത്തിൽ ലൂസിയന്റെ സ്ഥാനം താങ്ങാനാവാത്ത വിധം ദുർബലമായി. ഒടുവിൽ കുട്ടി ഉറക്കഗുളികകളുടെ മാരകമായ ഒരു ഡോസ് കഴിക്കാൻ ശ്രമിച്ചു. ഡ്യൂക്കിന്റെ ശ്രദ്ധയിൽ ഒരു നിമിഷം പോലും നിരാശനായി. പക്ഷേ ഒരു വർഷത്തെ ഒറ്റപ്പെടൽ അവന്റെ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയാത്തവിധം ദുർബലപ്പെടുത്തി. ഉറക്കഗുളികകൾ അവനെ അവസാനിപ്പിച്ചു. മുതിർന്ന മനുഷ്യനും പിതാവുമായ ഡ്യൂക്ക് തന്റെ കുട്ടി എന്താണ് അനുഭവിക്കുന്നതെന്ന് ഒരിക്കലും മനസ്സിലായില്ല. ലൂസിയൻ ഉള്ളിൽ പരിഹസിച്ചു. ഒരു വർഷമായി മകനെ കാണാത്തതിനുശേഷം ഡ്യൂക്ക് പരുഷമായി പെരുമാറുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ അത് അർഹിക്കുന്നതായി തോന്നി. ഒരു ഗ്രാൻഡ് ഡ്യൂക്ക് പോലും ഇപ്പോഴും ഒരു പിതാവ് മാത്രമായിരുന്നു. അവന്റെ ഹൃദയം കുഴപ്പത്തിലായിരുന്നിരിക്കണം. പക്ഷേ സഹതാപം അവനെ രക്ഷിച്ചില്ല. പാറക്കെട്ടിന്റെ അരികിൽ നിൽക്കുന്നത് ലൂസിയനായിരുന്നു. ഡ്യൂക്കിന്റെ അവസാന മുന്നറിയിപ്പ് പ്രതീകാത്മകമായിരുന്നില്ല. അത് അക്ഷരാർത്ഥത്തിലായിരുന്നു. ഒരു തെറ്റായ ഉത്തരം നൽകിയാൽ ലൂസിയനെ എന്നേക്കുമായി ഒരു ആശ്രമത്തിൽ അടക്കുകയോ ഹിമപാതങ്ങളെയും മൃഗങ്ങളെയും പട്ടിണിയെയും അതിജീവിക്കാൻ തണുത്തുറഞ്ഞ വടക്കൻ പ്രദേശത്തേക്ക് നാടുകടത്തുകയോ ചെയ്യും. ഒരു യാചകന്റെ ജീവിതം? ഒരിക്കലും. അവൻ ഒരിക്കൽ മരിച്ചിരുന്നു. മറ്റൊരാളുടെ ദുരന്തത്താൽ ഈ രണ്ടാം ജീവിതം മോഷ്ടിക്കപ്പെടാൻ അവൻ അനുവദിക്കില്ല. അങ്ങനെ ലൂസിയൻ തന്റെ പുറം നേരെയാക്കി. ഡ്യൂക്ക് തന്നോട് സംസാരിക്കാൻ പറഞ്ഞതിനാൽ സംസാരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം വെൽഡിനെ വിഡ്ഢിത്തം കൊണ്ട് കളങ്കപ്പെടുത്തിയതിനും ഇത്രയും ദുരിതമുണ്ടാക്കിയതിനും അദ്ദേഹം ആഴത്തിലുള്ള ക്ഷമാപണം നടത്തി. അദ്ദേഹം ആദരവോടെ കുമ്പിട്ടു. ബട്ട്ലർ ഞെട്ടലോടെ നോക്കി. പക്ഷേ ഡ്യൂക്കിന്റെ ഭാവം മൃദുവായില്ല. വാക്കുകൾക്ക് അർത്ഥമില്ലെന്ന മട്ടിൽ അയാൾ പല്ലുകടിച്ചു. അതുകൊണ്ടാണ് ഈ നിമിഷം പൂർണ്ണമായത്. ലൂസിയൻ തന്റെ എല്ലാ കോപവും പുറത്തുവിടാൻ അനുവദിച്ചു. എന്നിട്ട് അദ്ദേഹം തുടർന്നു. മുൻകാലങ്ങളിൽ ചെയ്തത് പഴയതുപോലെ മാറ്റാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ മരണത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനാൽ മുൻകാല തെറ്റുകളിൽ താൻ ഇനി സ്വയം ബന്ധിക്കപ്പെടില്ല. അദ്ദേഹം മുട്ടുകുത്തി, മുഷ്ടി ചുരുട്ടി. ഈ വീടിന്റെ മകനായി താൻ ഉയർത്തിപ്പിടിക്കേണ്ട ഭാവിക്കായി ശരിയായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ഒരു ഗ്രാൻഡ് ഡ്യൂക്ക് എന്ന നിലയിലല്ല, ഒരു പിതാവെന്ന നിലയിൽ ഒരു പ്രോത്സാഹന വാക്കു മാത്രം അദ്ദേഹം താഴ്മയോടെ ചോദിച്ചു. ഡ്യൂക്ക് മടിച്ചു. ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു അച്ഛൻ. കാര്യങ്ങൾ അങ്ങനെയല്ലേ? ഇത് യഥാർത്ഥത്തിൽ ലൂസിയനാണോ എന്ന് ബട്ട്ലർ പോലും ചിന്തിച്ചു. ഒരിക്കൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയ അതേ ഭീരുവായ ആൺകുട്ടി. എന്നാൽ ഇപ്പോൾ ലൂസിയൻ ഉറച്ചുനിന്നു. ഡ്യൂക്ക് തന്റെ സിംഹാസനത്തിൽ തട്ടി ഒടുവിൽ സംസാരിച്ചു. ലൂസിയൻ ശബ്ദം ഉയർത്തി വാദിക്കാൻ എത്ര ധൈര്യപ്പെട്ടു. പക്ഷേ അവന്റെ വായുടെ മൂല ഒരു പുഞ്ചിരിയായി വളഞ്ഞു. മതിയാകും, നിങ്ങൾക്ക് എല്ലാം കാണാം. ലൂസിയൻ കുനിഞ്ഞു. ആശ്വാസം അവന്റെ മേലൊഴുകി. അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന്റെ ധീരമായ സമീപനം പ്രവർത്തിച്ചു. ഭീരുത്വത്തേക്കാൾ ധൈര്യത്തെ വിലമതിച്ച ഒരു മനുഷ്യൻ ഗ്രാൻഡ് ഡ്യൂക്ക് ആയിരുന്നു ഇത്. ഡ്യൂക്ക് തുടർന്നു. ലൂസിയൻ സ്വയം മാന്യത വിളിച്ചതിനാൽ ഡ്യൂക്കിന് ഒരു ചോദ്യമുണ്ടായിരുന്നു. ലൂസിയൻ അടുത്തതായി എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഡബിൾ ക്വോട്ട്. ലൂസിയൻ മറുപടി പറഞ്ഞു. ആദ്യം തന്റെ തകർന്ന ശരീരം പുനർനിർമ്മിക്കുമെന്ന്. പിന്നീട് കമാൻഡറുമായുള്ള ദ്വന്ദ്വയുദ്ധം ഓർമ്മിക്കുകയും വാളെടുക്കൽ ശരിയായി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഡ്യൂക്ക് അത്ഭുതപ്പെട്ടു. വാൾ. ലൂസിയൻ സ്ഥിരീകരിച്ചു. ഇപ്പോൾ അവന്റെ ശരീരം ദുർബലമായിരുന്നു.
പക്ഷേ ശരിയായ ഭക്ഷണവും വിശ്രമവും ഉണ്ടെങ്കിൽ ഒടുവിൽ എന്തെങ്കിലും മെച്ചപ്പെടും. ഡ്യൂക്ക് ഒരു ചെറിയ പുഞ്ചിരിയോടെ തലയാട്ടി. ശൂന്യമായ ധൈര്യമോ യഥാർത്ഥ ധൈര്യമോ? അവർ ഉടൻ തന്നെ കണ്ടെത്തും. അത് കൊണ്ടുവരാൻ അദ്ദേഹം ബട്ട്ലറോട് ആജ്ഞാപിച്ചു. ബട്ട്ലർ സ്തബ്ധനായി കാണപ്പെട്ടു, പക്ഷേ അനുസരിച്ചു. ലൂസിയൻ ഉള്ളിൽ പരിഭ്രാന്തനായി. അതെന്തായിരുന്നു? പിന്നീട് കൊട്ടാരം തിരക്കേറിയതായിരുന്നു. സേവകർ ഭാരമേറിയ പെട്ടികൾ അകത്തേക്ക് കൊണ്ടുപോയി. തുറന്നപ്പോൾ അവ സ്വർണ്ണ നാണയങ്ങളും സമ്പത്തും കൊണ്ട് നിറഞ്ഞു. ലൂസിയനും സേവകരും സ്തബ്ധരായി. അതിനാൽ ഒരു ഉന്നത പ്രഭു എന്നതിന്റെ അർത്ഥം ഇതാണ്. ഈ വലിയ സമ്പത്ത് ഒരു മാസത്തെ അലവൻസ് മാത്രമായിരുന്നു. ഇത്രയും പണം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ശരിക്കും ആരംഭിക്കാൻ കഴിയും. തന്റെ ദുർബലമായ ശരീരം അടിത്തറയിൽ നിന്ന് പുനർനിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയും.